ചാലിയാറും കടന്ന് നിലമ്പൂരിന്റെ ഹൃദയത്തിലൂടെ ഒരു യാത്ര. ഉള്ളറിഞ്ഞാൽ മാത്രം മധുരം രുചിക്കാൻ പറ്റുന്ന ചില കാഴ്ചകളുണ്ട് അവിടെ. തേക്കുതോട്ടങ്ങൾക്ക് ഉള്ളിലൂടെ ഇരുളിമയാർന്ന ദൃശ്യങ്ങൾക്കപ്പുറം ചിലത് അറിയേണ്ടതുണ്ട്. നമ്മുടെ റിപ്പോർട്ടറും ക്യാമറാമാനും വനംവകുപ്പ് ഉദ്യോഗസ്ഥർക്കൊപ്പം നടത്തിയ യാത്രയുടെ വിശേഷങ്ങളൊന്ന് കണ്ടുവരാം. ഈ പ്രകൃതി ദിനത്തിൽ നമ്മൾ യാത്ര ചെയ്യുന്നത് വനംവകുപ്പിന്റെ കൂടെയാണ്. യാത്രയിലുടനീളം ഒരുപാട് വിശേഷങ്ങൾ പങ്കുവെക്കാനുണ്ട്. നമുക്ക് പോകാനുള്ള വാഹനമടക്കം ഇവിടെ തയ്യാറായി കഴിഞ്ഞു. ഇനി നമുക്ക് യാത്ര ചെയ്തുകൊണ്ട് ബാക്കി വിശേഷങ്ങൾ പറയാം. എലഞ്ചേരി എന്ന് പറയുന്ന ഈ പ്രദേശത്ത് നിന്ന് ഏകദേശം വനത്തിലൂടെ 2 കിലോമീറ്റർ സഞ്ചരിച്ചാൽ മാത്രമേ കനോലി പ്ലോട്ടിൽ എത്താൻ വേണ്ടി കഴിയൂ. കാരണം നിലമ്പൂർ നഗരത്തിൽ നിന്ന് കടക്കാൻ കഴിയുന്ന തൂക്കുപാലം ഇല്ലാത്തത് കൊണ്ടാണ് നമ്മൾ വനംവകുപ്പിൻ്റെ കൂടെ ഈ വഴിയിലൂടെ സഞ്ചരിക്കുന്നത്. കാരണം ഈ വഴിയിലൂടെ വനംവകുപ്പ് ഉദ്യോഗസ്ഥർക്ക് മാത്രമാണ് പെർമിഷൻ ഉള്ളത് അകത്തേക്ക് കടക്കാൻ. നമ്മൾ നിൽക്കുന്നത് ലോകത്തിലെ ആദ്യത്തെ മനുഷ്യനിർമ്മിത തേക്ക് തോട്ടം കനോലി പ്ലോട്ടിലാണ്. അതായത് ഈ പ്ലോട്ട് എന്ന് പറഞ്ഞാൽ 1846 കനോലി പ്ലോട്ട് ലോകത്തിലെ ആദ്യത്തെ തേക്ക് തോട്ടം കനോലി മലബാർ കളക്ടറായിരുന്ന കനോലിയുടെ മേൽനോട്ടത്തിൽ ചാത്തുമേനോൻ എന്ന് പറഞ്ഞ കൺസർവേറ്ററാണ് ഇത് പ്ലാൻ ചെയ്തത്. അപ്പോൾ ഏകദേശം അന്ന് പ്ലാന്റ് ചെയ്തപ്പോൾ നമുക്കറിയാം ലോകത്ത് തേക്ക് തോട്ടം എന്ന് പറഞ്ഞ കൺസെപ്റ്റ് അന്ന് വരെ നിലവിലില്ലായിരുന്നു. നമ്മളുള്ളത് നമ്മൾ നാച്ചുറലായുള്ള ഫോറസ്റ്റ് എന്നുള്ള തേക്കുകൾ മുറിച്ചെടുത്തു കൊണ്ടുവരുന്ന സംവിധാനമുണ്ട്. അപ്പോൾ അങ്ങനെ തേക്കുകൾക്കൊരു ക്ഷാമം നേരിട്ട കാലത്താണ് ഒരു പുതിയ തോട്ടം വെച്ച് പിടിപ്പിക്കുക എന്നുള്ള ആശയത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് 1500 ഏക്കർ സ്ഥലത്ത് അന്നത്തെ കൺസർവേറ്റർ ചാത്തുമേനോൻ വെച്ച് പിടിപ്പിച്ച പ്ലോട്ട് ആണ് കനോലി പ്ലോട്ട് എന്ന്. അപ്പോൾ ഈ കനോലി പ്ലോട്ടിൽ ബാക്കിയുള്ളത് എല്ലാം മുറിച്ചു പോയി. ബാക്കിയുള്ള ഭാഗങ്ങളൊക്കെ മുറിച്ചു പോയി കഴിഞ്ഞ് ഇപ്പോൾ 5.675 ഏക്കർ സ്ഥലമാണ് ഇപ്പോൾ കനോലി പ്ലോട്ടായിട്ട് ഇപ്പോൾ നിലവിലുള്ളത്. തേക്കിനെ കുറിച്ച് പഠനാവശ്യാർത്ഥം നമ്മുടെ കേരളത്തിൽ മാത്രമല്ല വിദേശത്തുള്ള ആളുകളും ഒക്കെ പഠനാവശ്യാർത്ഥം ഉപയോഗപ്പെടുത്താനുള്ള ഒരു ഭാഗമായിട്ട് നമ്മൾ ഈ പ്ലോട്ട് ഇന്നും സംരക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ്. നിലമ്പൂർ നോർത്ത് ഡിവിഷന് കീഴിലുള്ള പൊക്കോട് റിസർവിനകത്താണ് നമ്മൾ നിലവിൽ നിൽക്കുന്നത്. ഇവിടെ മനുഷ്യ വന്യജീവി സംഘർഷം ലഘൂകരിക്കുന്നതിൻ്റെ ഭാഗമായി മൃഗങ്ങൾ വനത്തിൽ നിന്നും നാട്ടിലേക്ക് ഇറങ്ങുന്നത് തടയുന്നതിന് വേണ്ടിയിട്ട് കൂടുതലായിട്ടും വന്യമൃഗങ്ങൾ നാട്ടിലേക്ക് ഇറങ്ങുന്നത് ഭക്ഷണാവശ്യത്തിനും അതുപോലെ ജലലഭ്യതയ്ക്കും വേണ്ടിയിട്ടാണ്. അപ്പോൾ ജലലഭ്യത അവർക്ക് ആവശ്യത്തിന് നൽകുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ നിർമ്മിച്ചിട്ടുള്ളതാണ് കാട്ടിനകത്തുള്ള കുളങ്ങൾ. നമ്മളിപ്പോൾ നിൽക്കുന്നത് നിലമ്പൂർ നോർത്ത് ഡിവിഷനിൻ്റെ കീഴിലെ അകമ്പാടം ഫോറസ്റ്റ് സ്റ്റേഷൻ പരിധിയിലുള്ള പന്തീരായിരം വനമേഖലയിലാണ്. തറമുറ്റം എന്നാണ് ഈ സ്ഥലത്തിൻ്റെ യഥാർത്ഥ പേര്. ഇവിടെ കാട്ടിനകത്ത് നിരവധി നീർച്ചാലുകളുണ്ട്. ഈ നീർച്ചാലുകളിൽ നിന്നുള്ള നീരുറവ നീരൊഴുക്ക് സംരക്ഷിക്കുന്നതിന് വേണ്ടിയിട്ട് ബഹുമാനപ്പെട്ട ഗണേഷ് കുമാർ സാർ വനമന്ത്രി ആയിരുന്ന സമയത്താണ് ഈ കാട്ടിനകത്ത് ചെക്ക് ഡാമുകൾ എന്നുള്ള ഒരു രീതി കൊണ്ടുവന്നത്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് അകമ്പാടം സ്റ്റേഷൻ്റെ കീഴിൽ ഈ തറമുറ്റം ഭാഗത്ത് നിർമ്മിച്ചിട്ടുള്ളതാണ് ഈ ചെക്ക് ഡാം. ഹ്യൂമൻ ആനിമൽ കോൺഫ്ലിക്റ്റിന്റെ മിറ്റിഗേഷൻ എന്ന് വെച്ചാൽ മനുഷ്യ വന്യജീവി സംഘർഷം ലഘൂകരിക്കുക എന്നുള്ളതാണ് ഉദ്ദേശം. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് നമ്മൾ 24 മണിക്കൂറും പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നു. അപ്പോൾ ഈ വന്യജീവികൾ ഈ
വന്യജീവികൾ കൂടി ഈ ഭൂമിയുടെ അവകാശികളാണ് എന്നുള്ള ബോധ്യം പൊതുജനങ്ങൾക്കും വന്നിട്ടുണ്ട് എന്നുള്ളതാണ് നമ്മുടെ പ്രവർത്തനം കൊണ്ട് നമുക്ക് കിട്ടുന്ന ഒരു ഫലപ്രാപ്തി എന്ന് പറയുന്നത്. ജനവാസ മേഖലയിലേക്ക് ഇപ്പോൾ ഒരു ആന ഇറങ്ങി എന്നുള്ള കോൾ വരികയാണെങ്കിൽ അത് അറ്റ് ടൈം തന്നെ നമ്മൾ എന്ത് ചെയ്യും, നമ്മൾ വണ്ടിയും കൊണ്ട് കാര്യങ്ങൾ പോയിട്ട് നമ്മൾ ഒന്നുകിൽ നമ്മൾ പടക്കം പൊട്ടിച്ചോ അല്ലെങ്കിൽ റബ്ബർ ബുള്ളറ്റ് ഉപയോഗിച്ചുകൊണ്ടോ അതെ അത് വേദനിപ്പിക്കുക, ഓവറായിട്ട് ദ്രോഹിക്കാത്ത രീതിയിൽ ആനയ്ക്ക് പേടി തോന്നുന്ന രീതിയിൽ നമ്മൾ പടക്കം പൊട്ടിക്കുകയോ അല്ലെങ്കിൽ റബ്ബർ ബുള്ളറ്റ് ഉപയോഗിച്ചോ എന്ത് ചെയ്യും, നമ്മൾ അതിനെ തിരിച്ച് കാട്ടിലേക്ക് കയറ്റുക ചെയ്യാറ്. ഓരോ യാത്രകളും ഓരോ അനുഭവങ്ങളാണെന്ന് പറയുന്നത് വെറുതെയല്ല. ഇക്കഴിഞ്ഞ യാത്രയും വലിയൊരു അനുഭവമാണ്, ഒരുപാട് അറിവുകൾ തന്ന അനുഭവം. കൃഷ്ണകുമാറിനൊപ്പം വി. സോമകൃഷ്ണ, ജനം.